നേരത്തിലായിട്ട് ഒരു മനുഷ്യനെ കാണുന്നില്ലല്ലോ പഠിച്ചോനെ. ആളെ കിട്ടിപ്പോയി മതി. എനിക്ക് തന്നെ ഫീൽ ചെയ്തിട്ട് പോലും ഇല്ല കേട്ടാ. ഈവൺ ഇപ്പൊ വേറെ ആൾക്കാർ കൈവൊക്കെ കാണിച്ചാൽ എനിക്കൊന്നും തോന്നാറില്ല. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ. സോ ആ ഒരു ആറ്റിറ്റ്യൂഡോടെയാണ് ഞാൻ ആ വീഡിയോ ചെയ്തത്. ഈ ഇവിടെ ഇരിക്കുന്ന സാധനം എന്താ ഇത്ര പ്രോബ്ലം എന്ന് എനിക്കറിയില്ല. അങ്ങനെ നമ്മളത് എല്ലാവരും കവർ ചെയ്യൂലേ. അത് എന്റെ ഉള്ളിലുണ്ട് ചെറിയ ചെറിയ ജയങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മനസ്സ്. അതെനിക്ക് തൃപ്തിപ്പെടുത്തിയേ നമ്മൾ എക്സ്പോസ് ചെയ്യാണ്ട് നടക്കൂലല്ലോ. ഇപ്പൊ ബോഡീന്റെ പല ഭാഗങ്ങളും നമ്മൾ മാൻഡറ്ററി നമ്മൾ കവർ ചെയ്യാറുണ്ട്. ബിക്കോസ് അത് വി നോ അത് കാണിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അത് കാണിച്ച പ്രശ്നമാണ്. പക്ഷെ അണ്ടർ ആംസ് നമുക്ക് സ്ലീവ്ലെസ് ഡ്രസ് ഉണ്ട്. അപ്പൊ എന്റെ ഒരു കാഴ്ചപ്പാടില് എനിക്ക് അങ്ങനെ അതിനൊരു വളരെ മോശമായിട്ടുള്ള ഒരു ബോഡി പാർട്ടായിട്ട് തോന്നിയിട്ടില്ലാത്തത് കൊണ്ട് ഐ തോട്ട് ലൈക്ക് നമുക്കൊന്നും ഇത് ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു. എന്റെ കൂടെ എന്റെ അമ്മ ഉണ്ടായിരുന്നു കേട്ടോ. അമ്മയ്ക്കും ഒന്നും തോന്നിയില്ല. എന്റെ എല്ലാ മാനവും പോയി. ഈ വീഡിയോ എന്റെ ഹസ്ബൻഡിന് കാണിച്ചു കൊടുത്തു, പുള്ളിക്കും ഒന്നും തോന്നിയില്ല. പക്ഷെ ആ വീഡിയോ ഒരൊറ്റ ദിവസത്തിനുള്ളിൽ 1 മില്യൺ അടിച്ചു. അപ്പൊ എനിക്ക് പേടിയായി, ഇത് എന്താണ് സംഭവമായിരുന്നോടാ. അത് പിന്നെ അതുമല്ല, ഏറ്റവും പ്രശ്നം എന്ന് വെച്ചാൽ ആ വീഡിയോന്റെ അകത്ത് ബിറ്റ്സ് കട്ട് ചെയ്ത് വേറെ മോശം വെബ്സൈറ്റിലോട്ടൊക്കെ വരെ പോവാൻ തുടങ്ങി. അത് ഞാൻ എന്റെ ഫ്രണ്ട്സ്, ഹസ്ബൻഡിന്റെ ഫ്രണ്ട്സോ എന്റെ ഫ്രണ്ട്സോ ആൺകുട്ടികളോ അവർ അയച്ചു തന്നപ്പോഴാണ് നമ്മളിത് റിയലൈസ് ചെയ്യുന്നത്. അത് എപ്പോൾ എങ്ങനെ വരുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. അതാണ് എന്റെ വേറെ തരത്തില് ഇപ്പൊ നമ്മളൊരു പ്രൊഡക്റ്റ് ടെസ്റ്റ് ചെയ്തിട്ട് റിവ്യൂ പറഞ്ഞതിന്റെ തരത്തിൽ നിന്ന് മാറിയിട്ട് അത് എക്സ്പോഷറിന്റെ ലെവലിലേക്കൊക്കെ പോയി. ഞാൻ പോട്ടെ, പോകാൻ വരട്ടെ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം.